കുറേ കാലങ്ങൾക്ക് ശേഷമാണ്. കുറേ കാലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2016 ശേഷം ഒരു നല്ല ചിത്രം, അതായത് തിയേറ്ററിലൊക്കെ പോയിട്ട് ആഘോഷിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സിനിമ ലാലേട്ടന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഈ ലെവലിൽ ആഘോഷിക്കാൻ പറ്റിയ ഒരു സിനിമ ഇന്നലെയാണ് റിലീസായത്, തുടരും എന്ന സിനിമ. ഈ ഒരു സിനിമ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചിരുന്നത് സാധാരണ ഒരു സിനിമ ആയിരിക്കുമെന്നാണ്. സാധാരണ ഒരു ഫാമിലി പടമായിരിക്കും, അതിലെന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടായിരിക്കും എന്ന് കരുതിയുള്ളൂ. സ്നേഹവീട് പോലെയുള്ള ഒരു സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിനിമയാണ് എന്നേ കരുതിയുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ചത് വേറെ ഒരു സംഭവമാണ്. സിനിമയുടെ മൂഡ് തന്നെ വേറെയാണെന്ന് സിനിമ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ സിനിമ കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു നഷ്ടം തന്നെയാണ്. ഒരുപാട് തീവ്രവാദികളൊക്കെ ഓൾറെഡി ഈ സിനിമയെ എതിർക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലാലേട്ടനുള്ള എമ്പുരാനിൽ അഭിനയിച്ചതിൻ്റെ പേരിലുള്ള വിദ്വേഷം കാരണം അവർ പലതും പറയുന്നുണ്ട്. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിലെ ആന, എന്താണ് കാട്ടിലെ ആനയുടെ ക്യാരക്ടർ? കാട്ടിലെ രാജാവ് സിംഹമാണ്. ആ കാട്ടിലെ രാജാവിന് വരെ പേടിയില്ലാത്ത ജീവിയാണ് ആന. പക്ഷേ ആ പേടി നല്ല പോലെ കാണിക്കുന്ന ജീവി. ഇപ്പോൾ സിംഹമോ കടുവയോ ഒക്കെ ആനയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പേടിയാണ് ആനയ്ക്ക് ഉണ്ടാവുക. ആനയുടെ ബലം ആനയ്ക്ക് ആ ഒരു സമയത്ത് തിരിച്ചറിയില്ല. പക്ഷെ തനിക്കൊരു ത്രെട്ടായി വരുന്നു എന്ന് ആനയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് സിംഹമോ അല്ലെങ്കിൽ കടുവയോ ഒന്നും നോക്കില്ല, ആന ഇടിച്ച് മേഞ്ഞ് കയറും. ആ ഒരു ലെവൽ തന്നെയാണ് ഈ ഒരു സിനിമയും. ഇത് തന്നെയാണ് ഈ സിനിമയുടെ യഥാർത്ഥ കഥ എന്ന് പറയുന്നത്. അതായത് ഒരു സാധാരണ കുടുംബം, ആ സാധാരണ കുടുംബത്തിൽ നല്ല രീതിയിൽ പോകുന്ന ആ ഒരു വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി വരുന്ന ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, പോലീസുകാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അത്രയേ ഇതിന് കൂടുതൽ ഞാൻ പറയാത്തതിന് കാരണം മറ്റൊന്നുമല്ല. ഈ സിനിമ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ രസം പോകുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ബാക്കിയൊന്നും പറയാത്തത്. പിന്നെ അഭിനയിച്ചവരുടെ കാര്യം പറയുകയാണെങ്കിൽ, അഭിനയിച്ചവരിൽ എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ ഈ നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയെന്നൊക്കെ പറയാം. അതായത് പണ്ട് ആ ഒരു പെർഫെക്റ്റ് അഭിനയമുണ്ട് സതയത്തിലെ, അല്ലെങ്കിൽ എന്താ പറയുക, പണ്ടത്തെ നമ്മളെ തന്മാത്രയിലായി ഇമോഷണലി ആയിട്ടും നല്ല രീതിയിൽ നമുക്ക് ലാലേട്ടനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഇത്. അത് കഴിഞ്ഞാൽ ലാലേട്ടനോളം തന്നെ അത്രയും പക്കയായിട്ടിരിക്കുന്ന ഒരു വില്ലൻ. ഈ വില്ലൻ ഏതൊരു സിനിമയാണെങ്കിലും വില്ലൻ നന്നായി കഴിഞ്ഞാൽ തന്നെ പകുതി സിനിമയും നന്നായി. അതായത് വില്ലൻ അത്രയും പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ നായകനോട് മുട്ടി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വില്ലൻ ആണെങ്കിൽ ആ ഒരു രീതിയിലും നല്ല ഒരു എന്താ പറയുക, അത്രയും നല്ലൊരു സിനിമയാവാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ഏതൊരു സിനിമ എടുത്ത് നോക്കിയാലും വില്ലൻ്റെ വേഷം അത്രയും പക്കയായിരിക്കും. ആ വില്ലൻ വേഷം ചെയ്തിട്ടുള്ള പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞ ഒരു പുതുമുഖ നടനാണ്. അദ്ദേഹം വലിയൊരു ആഡ് ഡയറക്ടറാണ്. അതുപോലെ തന്നെ ബിനു പപ്പു, ഇവർ രണ്ടുപേരുടെയും പ്രകടനം വളരെ ഗംഭീരമായിരുന്നു. ശരിക്ക് സിനിമയിൽ ആദ്യം സ്കോർ ചെയ്തു പോയത് ബിനു പപ്പു ആണ്. പക്ഷേ അതിനു മുകളിലേക്ക് പ്രകാശ് വർമ്മ വരികയാണ് ഉണ്ടായത്. അതായത് നമ്മുടെ ദൃശ്യത്തിലെ ഷാജോണ്ട പോലെയുള്ള ഒരു ക്യാരക്ടറൊക്കെ ആയിരുന്നു ബിനു പപ്പു പിടിച്ചത്. അതും വളരെ ഗംഭീരമായിരുന്നു. അതിൻ്റെ കൂടെ ഈ പ്രകാശ് വർമ്മയും കൂടി വന്നപ്പോൾ സീനാകെ മാറി. തുടക്കം ഒരു ഫാമിലി ചിത്രമായി പോയൊരു സിനിമ ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ അതിൻ്റെ ട്രാക്ക് അങ്ങ് മാറുകയാണ്. അതിൻ്റെ ആ സിനിമയുടെ ആ റേഞ്ച് തന്നെ, ആ ഒരു ഫാമിലി പടമായിട്ടുള്ള ഒരു പടം പെട്ടെന്നൊരു ത്രില്ലർ മൂഡിലേക്ക് പോവുകയാണ് പിന്നീടുണ്ടായത്. ജെക്സ് ബിജോയാണ് സംഗീതം ചെയ്തിട്ടുള്ളത്. അതും ഗംഭീരം എന്നേ പറയാനുള്ളൂ. എല്ലാം കൊണ്ടും സിനിമ ഗംഭീരമാണ്. 100 കോടിയല്ല 200 കോടിയിൽ മേലൊക്കെ കളക്ഷൻ സിനിമയ്ക്ക് നേടാം. ഇന്നലെ തന്നെ സിനിമ ഇറങ്ങി റിലീസായ ദിവസം തന്നെ ഏകദേശം 15 കോടിയോളം വേൾഡ് വൈഡായി കളക്ട് ചെയ്യാൻ സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതുപോലെ കിങ് ഓഫ് കൊത്തയുടെ റെക്കോർഡൊക്കെ വെട്ടിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോൾ സിനിമ എന്തായാലും ഗംഭീരമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഇഷ്ടമാകും. ഒരാൾ പോലും സിനിമ കണ്ടിറങ്ങിയ ഒരാൾ പോലും നെഗറ്റീവ് പറയില്ല. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ലാലേട്ടന് വേണ്ടി കൈയടിച്ച് ആഘോഷമാക്കിയ സിനിമ എമ്പുരാനായിരുന്നു. ആ സിനിമയ്ക്ക് വരെ നെഗറ്റീവ് ഉണ്ടായിരുന്നു. അതായത് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ആ സിനിമയ്ക്ക് വന്നത്. പക്ഷേ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് പോലും പറയാനുണ്ടാവില്ല. അതായത് സാധാരണ ഈ ട്രോളന്മാരൊക്കെ പറയാറുള്ള കാര്യം, അല്ലെങ്കിൽ ഈ കളിയാക്കുന്ന ആളുകൾ പ്രധാനമായും പറഞ്ഞിരുന്ന ഒരു കാര്യം,
ലാലേട്ടൻ്റെ മുഖം അനങ്ങുന്നില്ല, കണ്ണ് അനങ്ങുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ്. പക്ഷെ ഇതിലെല്ലാം നല്ല രീതിയിൽ തന്നെ അനങ്ങുന്നുണ്ട്. അത്രയും സന്തോഷമായി നമുക്ക് കണ്ണ് നിറഞ്ഞുകൊണ്ട്, ഒരു ലാലേട്ടൻ ആരാധനകളെങ്കിൽ തീർച്ചയായിട്ടും കണ്ണ് നിറഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ സാധിക്കൂ.